കെ ബേബി MLA ശ്രീ ശ്രീത്ത് പറഞ്ഞതുപോലെ ഒരു കാര്യമെന്നത് ലീഗലി പോകാവുന്നതാണ്, കോടതിയെ സമീപിക്കാവുന്നതാണ് ഈ വിഷയത്തിൽ. പക്ഷേ അതിലേക്കൊന്നും സംസ്ഥാന സർക്കാർ ശ്രമിച്ചിട്ടില്ല. അത് മാത്രമല്ല, ഇതിപ്പോൾ മരവിപ്പിച്ച് നിർത്തിയ ഒരു പദ്ധതിയായിരുന്നു. ഇത് തുറന്നതിപ്പോൾ UDF സർക്കാരാണ്. ഇവിടെ എന്നോട് മഞ്ജുഷ് ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. എന്തുകൊണ്ട് കോടതിയിലേക്ക് പോകുന്നില്ല? ഇത് ചോദിക്കേണ്ടിയിരുന്നത് ഞങ്ങളോടല്ല, ഇടതുപക്ഷ സർക്കാരിനോടാണ്. ഇനിയും വെറും 9 മാസം മാത്രമേ ഉള്ളൂ. നമുക്കറിയാം, ഈ 9 മാസ സമയത്തിനുള്ളിൽ ഇനി കോടതിയിൽ ഇപ്പോൾ എൻ്റെ ഒരു തീരുമാനം ഉണ്ടായി വരുമ്പോഴത്തേക്കും ഇത്രയും വലിയൊരു ഫണ്ട് ഇവിടെ നഷ്ടപ്പെട്ടു പോവുകയാണ്. ഇവിടെ ഒരു ഒറ്റ ഉദാഹരണം മാത്രം ചൂണ്ടിക്കാണിക്കാം. ഇവിടെ ഇടതുപക്ഷ സർക്കാർ നേരത്തെ മുൻ സർക്കാർ പറഞ്ഞത് ഞങ്ങൾ ഇവിടെ ദേശീയ വിദ്യാഭ്യാസം നടപ്പാക്കില്ല എന്നാ. അവർ നടപ്പാക്കി. അതിന്റെ ഭാഗമായി നമുക്കറിയാം, നമ്മുടെ കോളേജിൽ FI UGP കോഴ്സുകൾ ഇവിടെ കൊണ്ടുവന്നു. ഇന്ന് കേരളത്തിന് ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ അവസ്ഥ എന്താണെന്നുള്ളത് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകൾക്ക് അറിയാം. 1 ലക്ഷത്തിലേറെ സീറ്റുകൾ ഇന്ന് ഒഴിഞ്ഞു കിടക്കുകയാണ് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ, കേരളത്തിലെ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ. അതിന്റെ എല്ലാം കാരണം എന്ന് പറയുന്നത് എന്താ? ഇതുപോലെ അപരിഷ്കൃതം. ഞാൻ ഒറ്റ കാര്യം ചോദിക്കുന്നുള്ളൂ, കേന്ദ്ര ഫണ്ട് തരുന്നതിന് എന്തിനാണ് കണ്ടീഷൻസ് വയ്ക്കുന്നത്? അതിനാണ് ഞങ്ങൾ ഇവിടെ എതിർക്കുന്നത്. ഇവിടെ ഞങ്ങൾ വളരെ കൃത്യമായി തന്നെ അസന്നിഗ്ധമായി പറയാം, UDF സർക്കാർ ഈ PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ വേണ്ടി തീരുമാനിച്ചിട്ടില്ല. ഞങ്ങൾ വളരെ കൃത്യമായി ഞങ്ങൾ ഇതിന്റെ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. കാരണം ഇന്ന് ഞങ്ങൾ ഭരിക്കുന്ന മുന്നണിയാണ്, ഞങ്ങളാണ് ഇവിടെ ഗവൺമെന്റിന് നേതൃത്വം നൽകുന്നത്. ഒരു ഗവൺമെന്റിന് ഒരു സുപ്രഭാതത്തിൽ ഇത് വലിച്ചു കയറി കളയാൻ കഴിയില്ല. ഇത് ഞങ്ങൾ ഉപസമിതി വെച്ചു, ഞങ്ങൾ കേന്ദ്രവുമായി ചർച്ച ചെയ്യും. ഈ ഞങ്ങളുടെ നിബന്ധനകൾ കേന്ദ്ര സർക്കാർ അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ ഇതുമായി മുന്നോട്ട് പോകില്ല എന്ന് തീരുമാനിക്കാനുള്ള ഇച്ഛാശക്തിയുള്ള ഒരു ഗവൺമെന്റാണ് ശ്രീ VD സതീശൻ നേതൃത്വം നൽകുന്നത്. ഒറ്റ കാര്യം, PM ശ്രീ പദ്ധതി നടപ്പാക്കണമെങ്കിൽ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കണമെന്ന് വാശി പിടിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് എന്താണ് വാശി പിടിക്കുന്നത്? ആ ദേശീയ വിദ്യാഭ്യാസ നയം തന്നെ തുടങ്ങുന്ന എങ്ങനെയാണ്? ഒന്നാമത് ബാക്ക് ടു ദ വേദാസ്. ഈ വേദങ്ങളിലേക്ക് തിരിച്ചു പോകണം. ഈ വേദങ്ങളിലേക്ക് തിരിച്ചു പോകണം എന്ന് പറയുന്നത് ആരുടെ ആശയമാണ്? സംഘപരിവാറും RSSും ഹിന്ദുത്വ പ്രത്യയശാസ്ത്രം മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ. അതിന് ചൂട്ടുപിടിക്കാനായിട്ട് ഞങ്ങൾക്ക് കഴിയില്ല. ഈ സംഘപരിവാറിന് ചൂട്ടുപിടിക്കാൻ വേണ്ടി അവരുടെ പ്രത്യയശാസ്ത്രം ഇവിടെ പറയുന്നു. ഇവിടുത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖല ഉൾപ്പെടെ ഇപ്പോൾ ഈ കേന്ദ്ര സർക്കാരിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രം പ്രദർശിപ്പിക്കും എന്നുള്ളത്. പക്ഷേ ഇവിടെ കേന്ദ്രീയ വിദ്യാലയങ്ങളുടെ ബോർഡിലൊന്നും അങ്ങനെ കാണുന്നില്ല കേട്ടോ. PM ശ്രീ എന്ന് എഴുതിയിട്ടുണ്ട്, പക്ഷേ പ്രധാനമന്ത്രിയുടെ ചിത്രമില്ല. അല്ല, ഞാൻ ചോദിക്കട്ടെ, എന്തിനാണ് ഈ പറയുന്ന പദ്ധതികളിൽ ഈ പ്രധാനമന്ത്രിയുടെ പേര് ചിത്രം വെച്ചില്ല നോക്കിയിട്ട് എന്തിനാണ് പേരുകൾ വെക്കണമെന്ന് നിബന്ധന പിടിക്കുക? എന്താ ഈ കേന്ദ്ര ഗവൺമെന്റ് എന്താ അധികാരമുള്ളത്? എന്താ അവകാശമുള്ളത്? ഇതെന്താ കേന്ദ്ര ഗവൺമെന്റിന് മാത്രം പദ്ധതിയാണോ? ഇത് കൺകറന്റ് ലിസ്റ്റിലുള്ള എഡ്യൂക്കേഷൻ ഈസ് എ പാർട്ട് ഓഫ് കൺകറന്റ് ലിസ്റ്റ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ ഭരണഘടനയിലെ കൺകറന്റ് ലിസ്റ്റിലുള്ള സംസ്ഥാനങ്ങൾക്ക് കൂടി അവകാശമുള്ള ഒരു വിഷയത്തിൽ നിബന്ധനകൾ അടിച്ചേൽപ്പിക്കാൻ എന്ത് അവകാശമാണ് കേന്ദ്ര സർക്കാരിനുള്ളത്? അങ്ങനെയുള്ള നിബന്ധനകളെ ഈ ഇടതുപക്ഷ സർക്കാർ അൺകണ്ടീഷണലായി ഇതിൽ ഒപ്പുവെച്ചു. ഞങ്ങൾ ഏതൊക്കെയാലും അങ്ങനെ അൺകണ്ടീഷണലായി ഒപ്പുവെക്കാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞങ്ങളുടെ കൃത്യമായിട്ടുള്ള എതിർപ്പുകൾ, അതിനാണ് ഞങ്ങൾ 4 അംഗങ്ങളടങ്ങുന്ന ഉപസമിതി രൂപീകരിച്ചത്. ഇടതുപക്ഷ സർക്കാരിന് ഉപസമിതി നോക്കൂത്തിയാണെങ്കിൽ ഞങ്ങളുടെ ഉപസമിതി കേന്ദ്രവുമായി ഞങ്ങൾ ചർച്ച ചെയ്യും. ഞങ്ങളുടെ ഡിമാൻഡുകൾ കൃത്യമായി മുന്നോട്ട് വെക്കും. അങ്ങനെയെങ്കിൽ ഞങ്ങൾക്ക് ഈ ഫണ്ട് മതി. അത് തീരുമാനിക്കാനുള്ള ഇച്ഛാശക്തിയുള്ള ഒരു സർക്കാർ ഇന്ന് കേരളത്തിലുണ്ട്. ഇപ്പോൾ ഈ കാള വെറ്റ് ഉടനെ കയറെടുത്തു എന്ന് പറയുന്ന പോലെ, അല്ലെങ്കിൽ ഞങ്ങൾ ഇത് തുടരാൻ വേണ്ടി തീരുമാനിച്ചു എന്നൊന്നും പറയേണ്ട. എന്താണ് മന്ത്രിസഭാ യോഗ തീരുമാനമെന്ന് കൃത്യമായി വായിച്ചു മനസ്സിലാക്കിയിട്ട് ഇതിനകത്ത് ഒരു നിഗമനത്തിൽ എത്തുന്നതായിരിക്കും നല്ലത്, ഒരു കൺക്ലൂഷനിൽ എത്തുന്നതായിരിക്കും നല്ലത് എന്നാണ് എനിക്കിവിടെ ചൂണ്ടിക്കാട്ടാനുള്ളത്. ശരി, ശരി, ഓക്കെ ജയകൃഷ്ണൻ. അതിനകത്ത് അദ്ദേഹം പറഞ്ഞതിനകത്ത് ഒരു പ്രധാന കാര്യം NEP നടപ്പാക്കുക എന്നുള്ളതാണ് PM ശ്രീയിലെ ഒന്നാമത്തെ വ്യവസ്ഥ. ഇവിടെ 2 ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. PM ശ്രീ നടപ്പാക്കുന്നോ ഉപേക്ഷിക്കുന്നോ, ഈ 2 ചോദ്യം മാത്രമേ ഉള്ളൂ. ഈ 2 ചോദ്യത്തിന് ഇതുമായി നടപ്പാക്കും. അതിന്റെ ഒന്നാമത്തെ പില്ലർ എന്ന് പറയുന്നത് NEP വിദ്യാലയങ്ങളായി മാറുക എന്നുള്ളതാണ്. ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കുക, അത് ഷോക്കേസ് ചെയ്യുന്നതിനുള്ള ഒരു പദ്ധതിയാണിത് എന്ന് അടിവരയിട്ട് ഒന്നാമത്തെ നിബന്ധനയായി വെച്ചിട്ടുണ്ട്. അതിനപ്പുറം NEP അതിനകത്ത് വായിക്കാനില്ല. ഒന്നാമത്തെ നിബന്ധന മറികടന്നുകൊണ്ട് രണ്ടാമത്തത് ചർച്ച ചെയ്യാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ കേന്ദ്രവുമായി അത്തരം ചർച്ചക്കൊന്നും പ്രസക്തിയില്ല. അതുകൊണ്ട് തന്നെ ഇത് ഉപേക്ഷിക്കുകയാണ് വേണ്ടത്. ഉപേക്ഷിക്കുക, ഈ 2 ഓപ്ഷൻ മാത്രം ഉള്ളത് കൊണ്ടാണ് ഇടതുമുന്നണി ഇത് കൂടുതൽ ചർച്ച ചെയ്യാൻ പോകാതിരുന്നത്. ഇതിനകത്ത് കൂടുതൽ ചർച്ച ആവശ്യമില്ല, ഇത് ഉപേക്ഷിക്കേണ്ട പദ്ധതിയാണെന്ന് ആ ഉപസമിതിക്കും അതിന് നേതൃത്വം നൽകിയ പാർട്ടികൾക്കും എല്ലാം നല്ല ബോധ്യമുണ്ടായിരുന്നു. അത് മരവിപ്പിച്ചതും അതുകൊണ്ടാണ്. അത് കാണാതെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി തെരഞ്ഞെടുപ്പിനകത്ത് ഇത് ക്യാഷ് ചെയ്ത് ഇത് വോട്ടാക്കി മാറ്റിയിട്ട് ഇപ്പോൾ അവർക്ക് നേരെ തിരിഞ്ഞ് കൊഞ്ഞനം കുത്തുന്ന രീതി UDF എടുക്കുന്നു.
അതാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുക. അല്ലാതെ PM ശ്രീ പദ്ധതിയോ NEP-യോ കേരളത്തിനകത്ത് നടപ്പാക്കാൻ അനുവദിക്കുകയില്ല. അതിന് ചില വ്യവസ്ഥകൾ കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസം അങ്ങനെ ആർക്കും തീരെഴുതി കൊടുക്കുവാൻ കേരളത്തിൻ്റെ സമൂഹം തയ്യാറാവില്ല. അത് പ്രത്യേകിച്ചും സംഘപരിവാറിനെ സഹായിക്കുവാൻ UDF സർക്കാർ തയ്യാറായാൽ പോലും അതിനെ ചെറുക്കുവാനുള്ള ശേഷി കേരളത്തിലെ ഇടതുപക്ഷത്തിനുണ്ട്, കേരളത്തിന്റെ പൊതുസമൂഹത്തിനുണ്ട്. ശ്രീജിത്ത് പണിക്കർ, ഇത് കഴിഞ്ഞ തവണ AISF ഒരു മുദ്രാവാക്യം വിളിച്ചിരുന്നു. PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടതിന് സംഘിക്കുട്ടി എന്നുള്ളതാണ് V ശിവൻകുട്ടിക്ക് കിട്ടിയ അലങ്കാരം. പിന്നീട് അദ്ദേഹം തന്നെയാണ് പറഞ്ഞത് ഞങ്ങൾ പറ്റിക്കാൻ വേണ്ടിയാണ് ഒപ്പിട്ടത് എന്ന്. അല്ല, നോക്കൂ, ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നമ്മൾ തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള കുറേയധികം കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. ശരിയാണ്, ഇവർക്ക് അവരുടേതായിട്ടുള്ള രാഷ്ട്രീയം രണ്ടു കൂട്ടർക്കും പറഞ്ഞേ പറ്റുകയുള്ളൂ. പക്ഷേ ഇവിടുത്തെ ഫണ്ടമെൻ്റൽ ചോദ്യം ഇപ്പോൾ സംസാരിച്ച LDF-ന്റെ സുഹൃത്ത് പറഞ്ഞത് തന്നെയാണ് അതിൻ്റെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ചോദ്യം. അതായത് സംസ്ഥാന സർക്കാരിന് നിലവിൽ ഈ PM ശ്രീ പദ്ധതിയെ റിവൈവ് ചെയ്തെടുക്കേണ്ടുന്ന എന്തെങ്കിലും ബാധ്യതയുണ്ടോ? ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ മറുപടി. കാരണം ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ സംസ്ഥാന സർക്കാർ ഔദ്യോഗികമായിട്ട് ഒരു കത്തയച്ച് ദിസ് ഷാൽ ബി കെപ്റ്റ് ഇൻ അബേയൻസ് അൺടിൽ എ ഡിസിഷൻ ഹാസ് ബീൻ മെയ്ഡ് എന്ന് നമ്മൾ കാറ്റഗറിക്കലി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ UDF സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ പദ്ധതി പെട്ടെന്ന് പൊടി തട്ടിയെടുക്കേണ്ടുന്ന ഒരാവശ്യവുമില്ല. PM ശ്രീ പദ്ധതി നടപ്പാക്കേണ്ടതില്ല എന്നുള്ളതാണ് സർക്കാരിൻ്റെ ബോധ്യമെങ്കിൽ, UDF-ന്റെ ബോധ്യം, ലീഗിൻ്റെ ബോധ്യമെങ്കിൽ തീർച്ചയായിട്ടും അതിനെ റിവൈവ് ചെയ്ത് കൊണ്ടുവരേണ്ടുന്ന ഒരു കാര്യവുമില്ല. അപ്പോൾ പിന്നെ ഇപ്പോൾ ഈ ചർച്ചകൾ റിവൈവ് ചെയ്ത് എന്തിനാണെന്നറിയോ? ഒരു സംശയവും വേണ്ട, ഈ പദ്ധതി നടപ്പാക്കുന്നതിന് വേണ്ടി തന്നെയാണ്. അതിൽ യാതൊരു വിധത്തിലുള്ള മടിയുണ്ടാകേണ്ട കാര്യമില്ല. അതല്ല എങ്കിൽ ഇവർക്ക് ആർക്കും അറിയത്തില്ലേ? ഈ എല്ലാ കാര്യങ്ങളെപ്പറ്റിയും വളരെ കൃത്യമായിട്ട് പഠിച്ചിട്ട് പറയുന്ന അഭിപ്രായം പറയുന്ന ആൾക്കാരാണല്ലോ ഇപ്പോഴത്തെ സർക്കാരിനെ നയിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പദ്ധതിയുടെ ഗുണം എന്താണ്, ദോഷം എന്താണ്, ഈ പദ്ധതിനെ റിവൈവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പോസിബിലിറ്റീസ് എന്താണ്, നമ്മളിതിനെ എതിർക്കാനായിട്ട് കോടതിയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ നടപടി എങ്ങനെ പോകും, ഈ കാര്യങ്ങളെപ്പറ്റി വളരെ കൃത്യമായിട്ട് സർക്കാരിന് അറിയില്ല എന്നാണോ പറയുന്നത്? കൃത്യമായിട്ട് അറിഞ്ഞുകൊണ്ടല്ലേ നേരത്തെ ഇതിനെ എതിർത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനർത്ഥം ഇപ്പോൾ ഈ പദ്ധതിയെ നടപ്പാക്കാനായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടായിട്ടുണ്ട്. ഇനി അതിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ കുറേ ഡിമാൻഡുകൾ വെച്ചു. ഇപ്പോൾ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ സ്കോപ്പിൽ വരുന്ന കാര്യങ്ങൾ ഞങ്ങളുടെ സ്കോപ്പിലേക്ക് കിട്ടണം എന്ന് നമ്മൾ അങ്ങോട്ട് പറയുന്നു. എന്നിട്ട് നാളെ അത് അങ്ങനെ തന്നെ ആയതുകൊണ്ട് അതിന് കേന്ദ്ര സർക്കാർ വഴങ്ങിയിരിക്കുന്നു, നമ്മൾ തന്നെ തീരുമാനിക്കും, അതുകൊണ്ട് ഇതാ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് നടപ്പാക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ യാതൊരു വിധത്തിലുള്ള ബാധ്യതയും നടപ്പാക്കാനില്ലാതെ അതിന് വേണ്ടിയിട്ട് ചെയ്യുന്നു. രണ്ട്, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ ശ്രീ റോണി കെ ബേബി വീണ്ടും ഇതൊക്കെ പറയുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ബാക്ക് ടു വേദാസ് എന്നാണ് ഇതിൻ്റെ 1ാമത്തെ ചാപ്റ്റർ പറയുന്നതെന്ന് ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ? ബാക്ക് ടു വേദാസ് എന്നുള്ള 1ാമത്തെ ചാപ്റ്റർ പറഞ്ഞു. ബാക്ക് ടു വേദാസ് താങ്കൾ കേട്ടിട്ടുള്ള ഒരു പക്ഷേ എവിടെയെന്നറിയോ? ആര്യ സമാജിന്റെ ഒരു മോട്ടോയാണത്, ബാക്ക് ടു വേദാസ് എന്ന് പറഞ്ഞിട്ട്. പഴയ സ്വാമി ദയാനന്ദ സരസ്വതി ആ സമയത്തുള്ളതാണ്. എന്താണ് ഇവർ കൊണ്ടുവന്നിരിക്കുന്ന സിസ്റ്റത്തിലുള്ളത്? ഇന്ത്യൻ നോളജ് സിസ്റ്റമാണ്, IKS. ഇപ്പോൾ തന്നെ അത് ഇന്ത്യയിൽ നടപ്പാക്കുന്നുണ്ട്. എത്രയോ സംസ്ഥാനങ്ങളിൽ, എത്രയോ യൂണിവേഴ്സിറ്റികൾ കേരളത്തിലുണ്ടല്ലോ. ഇവിടെ ഇപ്പം വാഗമണിലൊക്കെയുള്ള അഭിനവ ഗുപ്ത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡി, അവരൊക്കെ എന്താണ്? IKS ആണ്, ഇന്ത്യൻ നോളജ് സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട്. ഇന്ത്യൻ നോളജ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഇവിടെ ട്രോളിനൊക്കെ വേണ്ടിയിട്ട് പറയുന്ന ഗണപതിയുടെ തല നമ്മൾ വെച്ചിട്ട് അതായിരുന്നു ആദ്യത്തെ സർജറി എന്ന് പഠിപ്പിക്കുന്നതല്ല. പിന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഫണ്ടെല്ലാം തന്നെ എന്തിനാണ് ഇവർ പിടിച്ചു വെക്കുന്നത് ചോദിക്കുന്നത്. വളരെ കൃത്യമാണ്, ട്രാൻസ്പെറൻറ്റ് ഗൈഡ് ലൈൻസ്, അക്കൗണ്ടബിലിറ്റിയാണ്. അതായത് നിങ്ങൾക്ക് ഓൾറെഡി ഡിസ്ബേഴ്സ് ചെയ്തിരിക്കുന്ന ഫണ്ടിന്റെ 75% പൂർത്തീകരിച്ചതിന്റെ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് വേണം. അത് നിങ്ങൾക്ക് PFMS വഴി ട്രാക്ക് ചെയ്യാനായിട്ട് പറ്റണം. അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് SNA റിപ്പോർട്ട് കൊടുക്കണം. ഇതിന് പിന്നെ ഫിസിക്കലായിട്ടുള്ള പ്രോഗ്രസ് റിപ്പോർട്ട് കൊടുക്കണം, എക്സ്പെൻഡിച്ചർ സ്റ്റേറ്റ്മെന്റ് കൊടുക്കണം. ഇതെല്ലാം ആരാ കൊടുക്കേണ്ടത്? സംസ്ഥാനം. പിന്നെ 40% സംസ്ഥാനത്തിന്റെ ഷെയർ ഉണ്ട്. സംസ്ഥാനത്തിന്റെ 40% അത് സ്പെൻഡ് ചെയ്തിരിക്കുന്നത് അതിന്റെ ഫുൾ യൂട്ടിലൈസേഷൻ കൊടുക്കണം. ഈ പണമെല്ലാം തന്നെ ഓഡിറ്റ് നടത്തിയിരിക്കുന്നതുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റ് കൊടുക്കണം. ഇതിന് ആനുവൽ വർക്ക് പ്ലാൻ ഉണ്ട്, എന്നിട്ട് അതിന്റെ ബജറ്റും ഉണ്ട്. AWP&B എന്നാണ് പറയുന്നത്. ഇതിൽ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാകും. ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടെല്ലാം ഡോക്യുമെന്റേഷൻ കൃത്യമാണ് എങ്കിൽ സർക്കാർ പണം കൊടുക്കും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.